എല്ലാവർക്കും കാഷ്വൽ ഗെയിമിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ കാഷ്വൽ ഗെയിംസിന്റെ സ്ഥിരം പ്രേക്ഷകരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കാഷ്വൽ ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കിടു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗെയിമുകളാണ്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ബാഡ് സ്കിൽ BMX2. ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈക്കിൾ ഓട്ടുന്നതാണ്. 2 പേരായിട്ടായിരിക്കും കളിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പോണ അവനെ തോപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മല പോലെ ഇരിക്കുന്നിടത്തെല്ലാം ചാടി കയറി തലകുത്തുന്ന സ്റ്റണ്ടൊക്കെ കാണിച്ച് മൂട് കുത്തി വീഴാണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പോകണം. ഇത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ എളുപ്പമൊന്നുമല്ല. ഇതിനകത്ത് ഓടിച്ച് നോക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ ഈ സൈക്കിൾ നമ്മൾ ഓടിക്കുന്ന സൈക്കിൾ കയറാൻ പാടാം. അതായത് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പീഡിൽ വന്ന് ചാടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ മലയും അല്ലെങ്കിൽ ഓരോ ഒബ്സ്റ്റക്കിളും കയറി ഇങ്ങനെ തലകുത്തനെയൊക്കെ മറിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയറുന്ന തേരി അതേപോലെ തിരിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗെയിമാണ്. ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമാണ്. ഇതിനെ കാഷ്വൽ കാറ്റഗറിയിൽ എനിക്ക് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ മെക്കാനിസം ഗ്രാഫിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ എന്താ ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ബീച്ച് ബഗ്ഗി റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കാം. അതേപോലെ ഒരു കിടിലൻ ഗെയിം വന്നിട്ടുണ്ട്, ബൂം കാർഡ്സിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാർട്ടുകളുണ്ടല്ലോ അത് വെച്ചിട്ടാണ് റേസ് ചെയ്യുന്നത്. റേസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എബിലിറ്റീസ് കിട്ടും. ആ എബിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലേ പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇടിച്ചിടാൻ പറ്റും. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലെയർ ആണ്. നമ്മുടെ കൂടെ കളിക്കുന്നവരൊക്കെ ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു ഫോണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കിഴങ്ങന്മാരാണ്. അവരെയൊക്കെ പൊട്ടിച്ച് ഫസ്റ്റ് വരാന്നുള്ളത് ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ കൺട്രോൾസ് കുറച്ച് പ്രയാസമാണ്. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂളായിട്ട് നിങ്ങൾ ഓടിച്ചോളും. പക്ഷെ അടിപൊളിയാണ്, ഫണ്ണായിട്ടുള്ള ഗെയിമാണ്. ചില സമയത്ത് ചെറുതായിട്ടൊന്ന് വളഞ്ഞാൽ മതി, തല കുത്തുന്ന 2 കറക്കൊക്കെ കറങ്ങി നിൽക്കും. പിന്നീട് നിങ്ങളുടെ പുറകെ വരുന്നവർ എബിലിറ്റി യൂസ് ചെയ്ത് നിങ്ങളെ തളർത്താതിരുന്നാൽ മതി. ഓർബിയ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ബി റോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിൽ ഒരു ബോൾ പോലത്തെ ഒരു സാധനം കാണും. അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറേ വട്ടം ഇങ്ങനെ അവിടെ ആയിട്ടൊക്കെ അതെങ്ങനെ പറയുന്നത്, ഒരു ഒബ്സ്റ്റക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി കയറി നിങ്ങൾ എല്ലാം പൊട്ടിച്ച് കളയണം. അപ്പോൾ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി കയറാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും. അപ്പോൾ കറക്റ്റായിട്ട് ടൈമിംഗ് ആണ്. ടൈം ഈസ് എവറിത്തിങ്. അതാണ് ഈ ഗെയിമിനകത്തുള്ളത്. നിങ്ങൾ കളിച്ചു നോക്കുക. നിങ്ങളിപ്പോൾ ബി റോൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ കളിച്ചാൽ ഉണ്ടല്ലോ മുത്താണ്. ഈ ലിസ്റ്റിൽ എനിക്കൊരു ഫേവറേറ്റ് ഗെയിമുണ്ട്, കമ്മ്യൂട്ട്. ഈ ഗെയിം അടിപൊളിയാണ്. നമ്മൾ ഒരു ഡ്രോൺ വ്യൂവിലാണ് ഈ ഗെയിം കളിക്കേണ്ടത്. പക്ഷേ കളിക്കാൻ ഒടുക്കത്തെ പാടാണ്. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടികൾ നമുക്ക് ഓടിക്കേണ്ടി വരും. ആ ഓരോ വണ്ടിക്കും ഓരോ കഥ കാണും. അതായത് ഒരു ആംബുലൻസ് ഡ്രൈവർ ഏതെങ്കിലും രാഹുലിൻ്റെ അല്ലെങ്കിൽ റഫീഖിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആംബുലൻസ് ഡ്രൈവറിനെ നിങ്ങൾ കറക്റ്റായിട്ട് നയിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ടാസ്ക്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോൺ വ്യൂ വരുന്ന സമയത്ത് എങ്ങനെ തിരിയണം, എങ്ങോട്ട് തിരിയണമെന്ന് കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഗെയിം തരുന്ന കിക്കുണ്ടല്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കളിച്ചിരുന്നു, നമ്മൾ കളിച്ച് മുഴുകി എന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ്, ഭയങ്കര അഡിക്റ്റീവാണ്. ഇതിനെ ചിലപ്പോൾ വേണമെങ്കിൽ അഡിക്റ്റീവ് ഗെയിംസിൻ്റെ ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കിടിലൻ ഗെയിം എന്ന് വെച്ചാൽ കിടിലൻ ഗെയിം നിങ്ങൾ ഉറപ്പായിട്ടും, ഞാൻ പറയാണ്, ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓട്ടോമാറ്റോയിസ്. ഇത് നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചില സാധനങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പണ്ടൊക്കെ മുട്ടായി വാങ്ങുമ്പോൾ അതിൻ്റെ അടപ്പിലായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു മുത്ത് കാണും. ആ മുത്തിനെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ഒരു എൻഡ് പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കണം. ഇതേ പരിപാടി ഡിജിറ്റലി വന്നിരിക്കുകയാണ്. ഇതിനകത്തൊരു പസിലാണ്. പസിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വാസിൽ എന്നല്ല പറയേണ്ടത്, ഭയങ്കര പാടാണ്. ഇതിനകത്ത് ഒരു കണ്ണുമൂക്കുള്ളൊരു ഉണ്ടയുണ്ട്. ആ ഉണ്ടേനെ നമ്മൾ കറക്റ്റായിട്ട് എൻഡ് പോയിന്റിലേക്ക് എത്തിക്കണം. കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡിലുമായിട്ട് കളിക്കാൻ പറ്റും. നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോ. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചലഞ്ചാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു 5 പസിൽ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് മുട്ടായി വാങ്ങിച്ചു തരാം. ഓക്കെ, 5 പസിൽ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ അഡിക്റ്റഡ് ആയി മാറും. ഈ കാണിച്ച ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ 1 million സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലവ് യു ഗൈസ്. ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹവും സന്തോഷവും ഉണ്ട്. ഐ ലവ് യു. ബൈ, ടാറ്റാ.